പ്രധാനപ്പെട്ട കാര്യം ടൂറിസം മേഖല വളരെ രീതിയിൽ തന്നെയും സജീവമാകുന്ന കാലമാണ്. മൺസൂൺ ടൂറിസം വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. മഴയുടെ ഭംഗി മലയോരങ്ങളിൽ നിന്ന് ആസ്വദിക്കാൻ വേണ്ടി നിരവധി ആളുകൾ എത്തുന്ന ഒരു സമയം കൂടിയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ജില്ലയിൽ ദുരന്ത നിവാരണ അതോറിറ്റി ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ നിയന്ത്രണം ഏറ്റവും പ്രധാനപ്പെട്ടതാകുന്നത് എന്നുള്ളതാണ്. ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് നാളെ ഓറഞ്ച് അലർട്ടാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിലും ജില്ലയിൽ ഓറഞ്ച് അലർട്ടായിരുന്നു. അതിശക്തമായ മഴ ഈ കഴിഞ്ഞ 2 ദിവസവും അനുഭവപ്പെട്ടിട്ടുമുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി രാത്രി യാത്ര നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളതാണ് ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നത്. രാത്രി ഏതാണ്ട് 7 മണി മുതൽ പുലർച്ചെ 6 മണി വരെ യാത്ര പൂർണ്ണമായും ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശമാണ് ദുരന്ത നിവാരണ അതോറിറ്റി പൊതുജനങ്ങൾക്ക് ഒട്ടാകെ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതിശക്തമായ മഴ പെയ്താൽ ഒരുപക്ഷെ മണ്ണിടിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് കണക്കാക്കപ്പെടുന്നു. ഈ നിരോധനം, ഈ യാത്രാ നിരോധനം പൂർണ്ണമായും കർശനമായി തന്നെയും നടപ്പിലാക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം എന്ന് ജില്ലാ പോലീസ് മേധാവിയോടും ഓരോ മേഖലയിലെയും തഹസീൽദാർമാരോടും പ്രത്യേകമായ നിർദ്ദേശം ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എന്ന് വെച്ചാൽ രാത്രി യാത്ര പൂർണ്ണമായും ഒഴിവാക്കണം എന്നുള്ളത് മാത്രമല്ല, അത് കർശനമായി തന്നെ നടപ്പിലാക്കണമെന്നുള്ള നിർദ്ദേശം അതത് ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥർക്കും ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ട് എന്നുള്ള. രാത്രി പൂർണ്ണമായും യാത്രകൾ ഒഴിവാക്കണം. പ്രത്യേകിച്ച് വിനോദസഞ്ചാരികൾ ഇക്കാര്യത്തിൽ ഒരു ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ്. മഴ ശക്തമായി തന്നെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ജില്ലയുടെ ഹൈറേഞ്ചിലും ലോ റേഞ്ചിലും രാവിലെ തന്നെ തുടങ്ങുന്ന മഴ വൈകിട്ട് വരെ നീണ്ടു നിൽക്കുന്ന സാഹചര്യമുണ്ട്. രാത്രികാലങ്ങളിൽ നിർത്താതെയുള്ള മഴയും പെയ്യുന്ന സാഹചര്യമുണ്ട്. രാത്രികാലങ്ങളിൽ നിർത്താതെയുള്ള മഴയാണ് ഏറ്റവും ആശങ്കാജനകമായ സാഹചര്യം. മണ്ണിടിച്ചിൽ ഉണ്ടായാൽ വലിയ ദുരന്തങ്ങളിലേക്ക് കാര്യങ്ങൾ പോകും. കഴിഞ്ഞ മഴക്കാലത്തും വലിയ ദുരന്തം, അടിമാലി ഉൾപ്പെടെ മണ്ണിടിച്ചിലുണ്ടായി വലിയ ദുരന്തമുണ്ടായതാണ്, നമുക്ക് ഓർമ്മയുള്ളതാണ്. ഇടുക്കി ജില്ല ഏതായാലും മൺസൂൺ ശക്തി പ്രാപിക്കുമ്പോൾ വലിയ ജാഗ്രതയിലാണ്, കരുതലോടെയാണ് മുന്നോട്ട് പോകുന്നത്. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അതിനുവേണ്ട മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ട്. മഹേഷ്.